ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ഷാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് പാടത്താണ് കേട്ടോ. നമ്മളൊരു പാടത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ആണല്ലേ, ഫുള്ള് വെള്ളമാണ് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ റോഡാണ് കേട്ടോ ഇത്, വണ്ടികളൊക്കെ പോകുന്ന ഒരു റോഡാണിത്. ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്, ചുറ്റുഭാഗവും നമ്മൾ വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു വെള്ളത്തിൽ തുഴഞ്ഞു പോകാനുള്ള ഒരു അടിപൊളി ഒരു ബോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്ക്രാപ്പിൽ നിന്നുള്ള വാട്ടർ ടാങ്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഒരു ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന മച്ചാന്മാർ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മളിന്ന് ഒരു ബോട്ട് ഇറക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള വാട്ടർ ടാങ്ക് അതുപോലെ പഴയ ഐറ്റംസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് കുറച്ച് പണിയുണ്ട്, കുറച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഹോളുകളുണ്ട്. അങ്ങനെ ആ ഹോളുകളൊക്കെ നമുക്ക് അടച്ചെടുത്തിട്ട് വേണം നമുക്ക് പിന്നെ ഒരു ബോട്ടിൻ്റെ ഒരു സെറ്റപ്പിൽ എത്തിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ നമുക്ക് ആ പണികളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അവരൊരു ബോട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പോൾ ഇതേ മച്ചാന്മാരെ, ഇതാണ് കേട്ടോ നമ്മളെ വെള്ളത്തിലിറക്കാൻ പോകുന്ന നമ്മളെ ബോട്ട്. സംഭവം നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. 2000 ലിറ്ററിൻ്റെ ടാങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഫുള്ള് കച്ചറുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചിടാം. അത്യാവശ്യം ഫുള്ള് കച്ചറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒന്ന് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 1-2 ഹോളുകൾ അടച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോട്ട് അടിപൊളിയാവും. അപ്പോൾ അത് നമുക്കൊന്ന് പിന്നെ കഴുകി കുട്ടപ്പനാക്കിയിട്ട് എടുക്കാം. ഫുള്ള് സ്ക്രാപ്പിൽ കിടന്നിരുന്ന കാരണം ഫുള്ള് കച്ചറയാണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കണം. ഫുള്ള് പച്ചലയാണ്ട പിടിച്ചിട്ടുള്ളത്. ഉണങ്ങി പിടിച്ചിരിക്കണം കേട്ടോ. കുറേ കാലമായി തോന്നുന്നുണ്ട് സ്ക്രാപ്പിൽ കിടക്കുന്നത്. അപ്പോൾ മച്ചവരെ നമ്മളിത് ഏകദേശമൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പോകുന്നുള്ളൂ, എന്നാലും അത്യാവശ്യം ക്ലീനായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗം കൂടിയിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അതിന് ശേഷം വേണം നമുക്കിതിൻ്റെ ഹോളെ കുട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഒന്ന് മറച്ചിട്ടിട്ട് നമുക്കിതിൻ്റെ പുറം ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം പണിയുണ്ട് കേട്ടോ ഇതിൻ്റെ മേലെ. നമുക്കൊരു ബോട്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഈ വെള്ളത്തിനൊക്കെ പൈപ്പ് ഇടാൻ യൂസ് ചെയ്തിരുന്നൊരു ഹോളുണ്ട് ചെറുത്. അതുപോലെ ഇതിൻ്റെ ഒരു അടപ്പ് ഫുള്ളായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പണികളുണ്ട് നമുക്ക്. അപ്പോൾ ആദ്യം ഒന്ന് പിന്നെ കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ടാങ്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ 2 ഹോള് നമുക്ക് അടച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കഴുകിയ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം വേണം നമുക്ക് ഇതിൻ്റെ ഹോളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് അടച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വെള്ളം കയറാൻ പാടില്ലല്ലോ. നമ്മൾ വെള്ളത്തിലിറക്കുമ്പോൾ ഇതിലൊന്നും വെള്ളം കയറരുത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ഗ്ലൂ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട് സിലിക്കോണാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സിലിക്കോൺ. അതുപോലെ ഈ ഒരു ചെറിയ ഹോൾ അടച്ചെടുക്കാനായിട്ടൊരു നമ്മൾ എക്സ്ട്രാ ഫിലിം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ സിലിക്കോണ് ആഡ് ചെയ്തതിൻ്റെ ശേഷം ഒട്ടിച്ച് കൊടുക്കുക ഉൾഭാഗത്തു നിന്ന്. അതിന് ശേഷം പിന്നെ നമുക്ക് പുറത്തുനിന്ന് സിലിക്കോൺ ഇട്ട് ഒട്ടിക്കണം. അതായത് ഉൾഭാഗത്തു നിന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ മച്ചാന്മാരെ, ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തു നിന്നുള്ള ആ ഹോൾ ഫുള്ളായിട്ട് നമുക്കൊന്ന് സിലിക്കോട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിടണം. അപ്പോൾ ഒന്ന് പിടിച്ചടാം. അപ്പോൾ ഇതേ മച്ചന്മാരെ, നമ്മളിത് ഈ ടാങ്ക് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു അടപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ അടപ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ സിലിക്കോൺ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് ഒട്ടി പിടിക്കാനായിട്ട് നമ്മൾ 1-2 ഭാഗത്ത് കുറച്ച് ഹൈറ്റിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് ടൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ സിലിക്കോൺ ഇടാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ ഇത് മച്ചാന്മാരെ നമ്മളെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു വെയിറ്റിന് വേണ്ടി നമുക്കൊരു കല്ല് കയറ്റി വെക്കണം കേട്ടോ അതിൻ്റെ മേലെ. എന്നാലാണ് ഫുള്ളായിട്ട് ടൈറ്റ് ആയിരിക്കുള്ളൂ. പിന്നെ സിലിക്കോണ് ഡബിൾ കോട്ടും കൂടി ഇടേണ്ടി വരും തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. ഇത് നമ്മളൊരു കല്ല് കയറ്റി വെക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഹോളിൽ കുറച്ച് സിലിക്കോൺ ഇട്ട് വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അടപ്പിൻ്റെ ഭാഗം ഫുള്ളായിട്ട് സിലിക്കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് നമുക്കിനി വെള്ളത്തിൽ ഇറക്കി നോക്കിയാലാണ് അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മളിത് വർക്ക് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ വർക്ക് ഫുള്ളായി ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പങ്കായം ഉണ്ടാക്കിയെടുക്കാനുണ്ട്, നമുക്ക് തുഴഞ്ഞ് പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിലിക്കോണൊക്കെ ഇട്ട് ഒട്ടിച്ചിട്ടുള്ളതൊന്ന് സെറ്റ് ആവാണ്ട് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്കിത് തുഴഞ്ഞ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം ഏകദേശം ഈവനിങ് 6 മണിയാണ്. അപ്പോൾ നാളെ കാലത്താണ്ടോ നമ്മളിത് ഇറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഫുള്ളായിട്ട് സെറ്റാവും, നാളെ നേരം വെളുക്കുമ്പോഴത്തേന് ഫുള്ളായിട്ട് സെറ്റാവും. അപ്പോൾ നാളെ കാലത്താണ് നമ്മളിത് വെള്ളത്തിൽ കൊണ്ടുപോയി ഇറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മച്ചന്മാർ ഞങ്ങളിത് കൊണ്ടുപോകാട്ടോ, നമ്മൾ ഏറ്റിയിട്ടാണ് കൊണ്ടുവരുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മളെ ബോട്ട് നമ്മൾ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ചെറിയൊരു പങ്കായം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പങ്കായം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയൊരു ഷീറ്റും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ തുടക്കാൻ ഉപയോഗിക്കുന്ന മഫിൻ്റെ വടി കൊണ്ടാണ് നമ്മൾ പങ്കായം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതേ ഒരു ഷീറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അടിയിൽ അടച്ചിട്ടുള്ള ഈ ഒരു മോഡില്ലേ, ഇത് ഇന്നലെ നമ്മൾ വെള്ളത്തിൽ ഇറക്കിയേക്ക് പോയിരുന്നത്. എന്നിട്ട് ഇപ്പോൾ രണ്ടാമത് നമ്മൾ വീണ്ടും ഒട്ടിച്ച് കൊടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിത് ഇറക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇറക്കുന്നത്. കാരണം ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെയുണ്ട് നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം വെള്ളമുള്ളൊരു ഏരിയ കേട്ടോ ഇതിൽ ശരിക്കും നമുക്ക് നിലമില്ലാത്തൊരു ഏരിയയാണ് ഇതിൽ. അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ തുഴയാൻ വേണ്ടി പോകുന്നത്. മച്ചാന്മാരെ സംഭവം പൊള്ളിയാണ് കേട്ടോ. പൊള്ളി എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ്. നല്ലപോലെ ചെരുപ്പ് കഴിച്ചിട്. ചെരുപ്പ് കഴിച്ചിട്ടോ? ഇനി വീഴാണെങ്കിലും ഇരിക്കേ ഇങ്ങോട്ട് ചാരിക്കട നിലക്ക് രണ്ട് പങ്കായം കാണോ? രണ്ടാള് വരെ കറക്റ്റാണ്. രണ്ടാളല്ലേ, ഒരാൾ കൂടി ഇരിക്കാം. ഇങ്ങോട്ട് തുടങ്ങി ബാക്കി നമ്മൾ നിർത്തി ഒരു പങ്കാണ് നമുക്ക് തുഴഞ്ഞു പോകാനായിട്ട്. കാരണം ഇതുവരെ നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ചെറിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുഴയുന്ന സമയത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുള്ളത്. അപ്പം രണ്ട് പങ്കായ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തുഴഞ്ഞു പോകട്ടോ. സംഭവം 2-3 വരെയൊക്കെ ഇരിക്കാം. 3 വരെയൊക്കെ സിമ്പിളായിട്ട് ഇരിക്കാം അതിൽ. അടിപൊളിയാണ്, അടിപൊളി.
അപ്പോൾ മച്ചാന്മാരെ നമ്മളെ ബോട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ സ്ക്രാപ്പിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ഐറ്റങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തത്. സംഭവം നമുക്ക് 2 പേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ തുഴഞ്ഞു പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചെറിയൊരു കുഞ്ഞ് വഞ്ചി ബോട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ കൊട്ട വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഒരു കൊട്ടയുടെ മേലെ ഷീറ്റൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത്, അങ്ങനെയുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് ഷാൻ വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.